ഇടുക്കി BL ഡാമിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഒരു വീട് ഭാഗികമായി തകർത്തു. വീട്ടിലുണ്ടായിരുന്ന അമ്മ മഹേശ്വരിയും മകളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആനയെ കാട് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. വിശദാംശങ്ങളുമായി അനീഷ് ചെറുവള്ളിയുണ്ട്. അനീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടുക്കി ആനപ്പേടിയിൽ തന്നെയാണ്. ഇന്നലെ മിനിങ്ങാന്ന് ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എബി, ഇടുക്കിയിൽ കാട്ടാന ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇന്നലെയും ചിന്നക്കനാൽ BL ഡാമിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. ഒരു വീട് ആന ഭാഗികമായി തകർത്തു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് കഴിഞ്ഞ ദിവസം ഗൃഹനാഥനും ഭാര്യയും രക്ഷപ്പെട്ടത്. ഇന്നലെ കാട്ടാന ആക്രമണം നടന്ന അതേ സ്ഥലത്തു തന്നെയാണ്, സമീപത്ത് തന്നെയാണ് ഇന്നും കാട്ടാന ആക്രമണം നടന്നത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു കാട്ടാന വീട് ആക്രമിച്ചത്. ചിന്നക്കനാൽ BL ഡാമിൽ താമസിക്കുന്ന മഹേശ്വരിയുടെ വീടാണ് ഇന്ന് പുലർച്ചെ കാട്ടാന ആക്രമിച്ചത്. കാട്ടാന ആക്രമിക്കുമ്പോൾ വീടിനുള്ളിൽ മഹേശ്വരിയും മകൾ ചെറിയ കുട്ടിയാണ്, മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. പുലർച്ചെ 1 മണിയോടെ ശബ്ദിക്കാതെ എത്തിയ കാട്ടാന വീടിൻ്റെ ഭിത്തി ചവിട്ടിപ്പൊളിക്കുകയായിരുന്നു. ഈ സമയം കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന മഹേശ്വരിയുടെയും മകളുടെയും മുകളിലേക്കാണ് ഈ പൊളിഞ്ഞു വീണ അവശിഷ്ടങ്ങൾ വീണത്. ഇതേ തുടർന്ന് മഹേശ്വരിക്ക് പരിക്കേറ്റു. തുടർന്ന് മഹേശ്വരി ബഹളം വെച്ചതിനെ തുടർന്ന് സമീപവാസികൾ എത്തിയാണ് കാട്ടാനയെ ഓടിച്ച ശേഷം നിലവിൽ ഇപ്പോൾ മഹേശ്വരിയെയും മകളെയും വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്നലെ അയൽവാസികൾക്കൊന്നും പുറത്തേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം കൊമ്പൻ കാട്ടാന വലിയ ആക്രമണവും ഭീതിയും ആ പ്രദേശത്ത് ജനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണ സമയത്ത് ആദ്യം പുറത്തു വരാൻ അയൽവാസികൾ ഉൾപ്പെടെ ഭയപ്പെട്ടുവെങ്കിലും പിന്നീട് അവർ ധൈര്യം സംഭരിച്ചെത്തി കാട്ടാനയെ ഓടിക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ 3 മാസമായി ഈ ഒരു അവസ്ഥ തുടരുകയാണെന്നാണ് മെമ്പർ, പഞ്ചായത്ത് അംഗം അടക്കമുള്ള പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെയും കാട്ടിനുള്ളിൽ കയറി ആനകളെ ഓടിച്ചുവെങ്കിലും അത് ഫലം ചെയ്തില്ല. തുടർന്ന് ഇന്ന് പുലർച്ചെ വീണ്ടും ആനയെത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത്. പഞ്ചായത്ത് അംഗം ഇന്ന് പറയുന്ന വിവരമനുസരിച്ച് ഇന്നലെ രാത്രി 1 മണിയോടെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചു വരുത്തി പുലർച്ചെ 4 മണി വരെ തുടർന്ന് വീടിന് കാവലിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും പ്രദേശവാസികൾ ഉൾപ്പെടെ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി. ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ സർക്കാർ തലത്തിൽ ഉൾപ്പെടെ ചില പരാതികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ പരാതി 31-നകം പരിഹരിക്കാമെന്നാണ് നിലവിൽ അധികൃതർ നൽകുന്ന വാഗ്ദാനം. എന്തായാലും 31-നകം തങ്ങളുടെ ആനപ്പേടിക്കൊരു അന്ത്യം വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ഒപ്പം തന്നെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകളും. എബി, ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് BL ഡാമിൽ കാട്ടാന ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഒരു വീട് ഭാഗികമായി തകർന്നിരിക്കുകയാണ്. കഷ്ടിച്ചാണ് അമ്മയും മകളും ഈ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെ സംഭവം ഉണ്ടായിരുന്നു. അന്നും വളരെ തലനാരിഴയ്ക്ക് തന്നെയായിരുന്നു ഗ്രഹനാഥയും രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇടുക്കി വേദിയായിരുന്നു. ദേശീയപാത ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് ജനങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. 31-ാം തീയതി മന്ത്രിതല ചർച്ച നടത്താനുള്ള തീരുമാനം ആവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ചെറുവള്ളി.